എല്ലാവർക്കും നമസ്കാരം. L2 എമ്പുരാൻ, ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ. ഈ സിനിമയെ പറ്റി ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും ഇത് ഏത് സിനിമയാണ്, ഇത് ഇറങ്ങിയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ആസ് ഓഫ് ഡേറ്റ് വാങ്ങിയിട്ടുള്ള സിനിമയാണ്. ലൂസിഫർ ട്രിലജിയുടെ രണ്ടാം ഭാഗമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അധികം ഞാൻ ആ സിനിമയെ പറ്റി പറയുന്നില്ല. Directed by Prithviraj, written by Murali Gopi, starring our one and only മോഹൻലാൽ. ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് നോക്കിയിരുന്ന സിനിമയാണ്. ലൂസിഫർ വാസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ് മൂവീസ് ഇൻ 2010s. 2010കളിലെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് എനിക്ക് ലൂസിഫർ. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത സിനിമയാണ്. അതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലാലേട്ടൻ എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയിട്ട് നരസിംഹത്തിന് ശേഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ലൂസിഫറിലാണ്. അത്രയും ഗ്യാപ്പിലാണ് ഞാൻ. അങ്ങനെ ആ ഒരു ക്രൗഡും കൊണ്ടൊക്കെ ആയിരിക്കും, സിനിമയുടെ മാത്രം ഗുണമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എങ്കിലും ആ സിനിമ അത്യുഗ്രൻ സിനിമയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇത്രയും ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി കണ്ടതായിരിക്കണം സിനിമ ആസ് എ ഹോൾ നല്ലതാണ്, മോശമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഓവറോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സിനിമയാണ് L2 എമ്പുരാൻ. ഞാൻ ഇങ്ങനൊരു സിനിമ സത്യം പറഞ്ഞാൽ പൃഥ്വിരാജിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. പൃഥ്വിരാജിൻ്റെ ഇതിന് മുമ്പുള്ള 2 സിനിമകളും ലൂസിഫറും ബ്രോഡാഡി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമകളാണ്. എമ്പുരാൻ സത്യം പറഞ്ഞാൽ പടം പോരാ എന്ന് തന്നെ പറയണം. നല്ലതാണ് എന്ന് പറയാനുള്ള ഒരേ ഒരു കാരണം ഇതിൻ്റെ ഒരു വൗ ഫാക്ടറാണ്. ഇത്രയും ആക്ടേഴ്സ്, ഇത്രയും വലിയൊരു യൂണിവേഴ്സ്, ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് സ്റ്റണ്ടിലൂടെ ഇത് നല്ലതാണ് എന്ന് പറയിപ്പിച്ചതാണ്. ഓവറോൾ സിനിമ പോരാ എന്ന് തന്നെ വേണം പറയാൻ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. തീർച്ചയായിട്ടും ഈ സിനിമ ഇറങ്ങിയപ്പോൾ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ ഗുജറാത്ത് റൈറ്റ്സിനെ പറ്റിയുള്ള കോൺട്രവേഴ്സി. ഇതിനകത്ത് ഗുജറാത്ത് റൈറ്റ്സിൻ്റെ രംഗങ്ങളുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഒരു കഥാപാത്രത്തിൻ്റെ സ്റ്റോറി ലൈൻ പോകുന്നത്. അപ്പം അത് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം ഈ സിനിമ കാണുമ്പം ഓൾറെഡി ഇപ്പോഴത്തേക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ റൈറ്റ്സ് ഉണ്ടായത് ഇതിൽ കാണിക്കുന്നുണ്ട്. അത് ഒരു കഥാകാരൻ്റെ ദർശനത്തിൽ നിന്നാണ് കാണിക്കുന്നത്. വെച്ചാൽ ഒരാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് കാണിക്കുന്നത്. നിരീക്ഷണ കോണിൽ നിന്ന്, ദർശനമല്ല നിരീക്ഷണ കോണിൽ നിന്നാണ് കാണിക്കുന്നത്. അത് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിനോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം, പക്ഷെ അത് പറയാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഇതിനകത്ത് സീൻ കട്ട് ചെയ്യണം, ഇത് ബാൻ ചെയ്യണം, മറ്റേത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജനാധിപത്യമായിട്ടുള്ള രീതികൾക്ക് എതിരായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന, ഇൻസൾട്ടിങ് അല്ലാത്ത രീതിയിൽ തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയ്ക്കകത്ത് ഒരു കഥ കാണിക്കണമെങ്കിൽ ആ കഥ എങ്ങനെ വേണമെങ്കിലും കഥാകാരന് കാണിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ പ്രശ്നങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ആ ഗുജറാത്ത് റൈറ്റ്സിൻ്റെ സീൻസിലല്ല. തുറന്നു പറഞ്ഞാൽ എനിക്ക് ഫുൾ സിനിമയ്ക്കകത്ത് വളരെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ആ സീൻസ് ആയിരുന്നു. വളരെയധികം വയലൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. അത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിങ്ങിലൊന്നും നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കുറേ തോക്കും വെടിയും പൊട്ടിത്തെറിയും ഉണ്ടെന്നല്ലാതെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട്, മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള വയലൻസ് ഉള്ള കാര്യം പലപ്പോഴും ഇതിനകത്ത് അവർ എംഫസൈസ് ചെയ്തിട്ടില്ല. ദാറ്റ് ബീയിങ് സെറ്റ്, സിനിമയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഈ ഗുജറാത്ത് റൈറ്റ്സ് അതെല്ലാം കാണിക്കുന്നതെല്ലാം സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ സൂപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വയലൻസ് ഇച്ചിരി കൂടുതലാണ്. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റോറിയിലോട്ട് വന്ന് കേരളത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കണം. പിന്നെ ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നു, ഈ എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ഡോൺ ആണല്ലോ. അപ്പം മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും അവർ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ സ്റ്റോറി പല സ്ഥലങ്ങളിൽ പല കഥാപാത്രങ്ങളെ കൊണ്ട് കഥ പറയുകയാണ്. ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ ഒരു കഥ എഴുതുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുരളി ഗോപി അത് അറ്റംപ്റ്റ് ചെയ്തതിന് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കണം. ലൂസിഫറിലും അത് ചെയ്തിരുന്നു, പക്ഷേ ഇത്രയും ഗ്രാൻഡ് സ്കെയിലല്ലായിരുന്നു ലൂസിഫർ എടുത്തത്. ഈ കഥ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പലപ്പോഴും
നമ്മളിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഈ എമ്പുരാൻ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് വലിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ കാണണം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് മോഹൻലാൽ ഉണ്ട് എന്നുള്ളൊരു പ്രസൻസ് ഫീൽ ചെയ്യാതെ പോയതുപോലെ എനിക്ക് തോന്നി. ഫോർ എക്സാമ്പിൾ ലൂസിഫറിനകത്ത് ഇതേ സ്ട്രക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ഏതാണ്ട് 40-50-60 മിനിറ്റ് കണ്ടേ ഫുൾ സിനിമയ്ക്കകത്തുള്ളൂ. പക്ഷേ മോഹൻലാൽ ത്രൂ ഔട്ട് ദ സിനിമയിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആക്ച്വലി മോഹൻലാൽ ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഈ സിനിമയിലെ പല സീൻസും. ഒന്നത് ഇതിനകത്ത് ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ എനിക്ക് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ സ്പോയിലേഴ്സ് വരും. അപ്പോൾ സ്പോയിലേഴ്സ് പറയുന്നതിന് മുമ്പ് ഓവറോൾ ഞാൻ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ പോരാ, പക്ഷേ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് നല്ലതാണ്. നല്ലോണം എഫേർട്ട് ഇട്ട് ആൾക്കാർ പലതും ചെയ്ത പോലെ എനിക്ക് തോന്നി. എക്സെപ്റ്റ് ഐറണിക്കലി, വളരെ ഐറണിക്കലി എനിക്ക് ഡയറക്ഷനും റൈറ്റിങ്ങും അവർക്ക് കുറച്ചുകൂടി എഫേർട്ട് ഇടാമായിരുന്നു എന്ന് തോന്നി. അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആവാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, പക്ഷേ ശരിക്കും എനിക്ക് അങ്ങനെ തോന്നി. എന്തുകൊണ്ടാണെന്ന് ഞാൻ എൻ്റെ സ്പോയിലർ റിവ്യൂ ഭാഗത്ത് കൃത്യമായിട്ട് പറയാം. ഇനിയും ഉള്ളത് സ്പോയിലർ റിവ്യൂ ആയിരിക്കും. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല എങ്കിൽ സിനിമ തീർച്ചയായിട്ടും കാണുക എന്ന് ഞാൻ പറയാം. ഈവൻ ദോ അത്ര എനിക്ക് താല്പര്യമില്ല സിനിമയെങ്കിൽ കൂടി നിങ്ങളത് കണ്ടു നോക്കണം. ഇനി ആ സ്പോയിലറിലോട്ട് കടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വയലൻസ്. ഇതിനകത്ത് വയലൻസ്, ഒരു സ്ത്രീ, ഗർഭിണിയായ സ്ത്രീയെ ഇതിനകത്ത് ബലാത്സംഗം ചെയ്യുന്ന സീനുണ്ട്. അത് ശരിക്കും അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പോയ തിയേറ്ററിൽ, എൻ്റെ ഫാമിലിയായിട്ട് പോയ തിയേറ്ററിൽ ഭാഗ്യത്തിന് ഞങ്ങളുടെ ഫാമിലിയിൽ കുട്ടികൾ ആരും ഇല്ലായിരുന്നു. പക്ഷേ കുട്ടികളെയും കൊണ്ട് വന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പം അത് നല്ല പ്രോപ്പറായിട്ട് ഇവർ അവെയർ ആക്കണമായിരുന്നു. ഇങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരരുത് എന്നുള്ളത് വ്യക്തമാക്കണമായിരുന്നു. അത് വ്യക്തമാക്കിയിട്ടില്ല, വിച്ച് ഈസ് എ ഹ്യൂജ് ഫ്ലോ ഫ്രം ദി ഡയറക്ടർ ഓർ നോട്ട് ഡയറക്ടർ, പക്ഷേ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് നിന്ന് വന്നേക്കുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് വലിയൊരു തെറ്റാണ്. അത് സെൻസർ ബോർഡിൻ്റെ വലിയൊരു മിസ്റ്റേക്കാണ്. സെൻസർ ബോർഡ് അത് അവെയർ ആക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സിനിമയാണ് തന്നെ സത്യം പറഞ്ഞാൽ, ആ ഒറ്റ സീൻ കൊണ്ട്. ഓവറോൾ സിനിമ അത്ര ബാലൻസ് അല്ല എങ്കിലും ഫസ്റ്റ് അതാണ്. സെക്കൻഡ് പറയാനുള്ളത്, ഈ ഇതിനകത്ത് ഇൻഡിവിജ്വൽ കഥാപാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ജിതിൻ രാംദാസ്, ടൊവിനോ തോമസിൻ്റെ ക്യാരക്ടർ എനിക്കിതിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെയാണ്. കാരണം എനിക്ക് പ്രീവിയസ് സിനിമയിൽ ലൂസിഫറിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ടൊവിനോ തോമസിൻ്റെ. ഇതിനകത്ത് അദ്ദേഹം എന്തുകൊണ്ട് മോഹൻലാലിനെതിരെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് കറപ്റ്റായി, കഴിഞ്ഞ സിനിമയിൽ വളരെ നല്ല രീതിയിൽ ആയ ഒരാൾ ചേട്ടൻ, അതായത് മോഹൻലാൽ പറയുന്നതേ കേൾക്കൂ എന്ന രീതിയിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെ കറപ്റ്റായെന്ന് ഈ സിനിമയെ കാണിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി കറപ്റ്റായി. അത് തന്നെ വലിയൊരു പ്ലോട്ട് ഹോളാണ്. ജസ്റ്റ് കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൺവീനിയൻ്റ് ആയിട്ട് ഈ വ്യക്തിയെ വില്ലനാക്കിയതാണത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ടൊവിനോയുടെ കഥാപാത്രത്തെ വില്ലനാക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അത് ജസ്റ്റിഫയബിൾ ആയിരിക്കണം. ഇത് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാതെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വലിയ ഒന്നും തോന്നിയില്ല. ദാറ്റ് വാസ് എ ഹ്യൂജ് ബ്ലണ്ടർ റൈറ്ററിൻ്റെ ഭാഗത്തുനിന്നും ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്നും. അത് നല്ലോണം ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നു. രണ്ടാമത്തെ, റിപ്പീറ്റിംഗ് സീൻസ്. ഇതിനകത്ത് എത്ര സീൻസാണ് റിപ്പീറ്റ് ചെയ്തതെന്നറിയാമോ? ഒരു പർട്ടിക്കുലർലി മോഹൻലാൽ മരിച്ചു എന്ന് കാണിക്കുന്ന സീൻ, അതൊക്കെ എന്തിനാണ്? മോഹൻലാൽ മരിക്കത്തില്ലെന്ന് നമുക്കറിയാമല്ലോ, ആരെ കാണിക്കാനാണ് അതങ്ങനെ വെക്കുന്നത്? എന്നിട്ട് ഉടനെ അടുത്ത സിനിമ മോഹൻലാൽ വരികയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് സ്റ്റാർ വാർസ് എപ്പിസോഡ് 9 എങ്ങാണ്ട് ഇതേപോലത്തെ ഒരു സീനുണ്ട്. ചൂബക്ക മരിച്ചിട്ട് ഉടനെ അടുത്ത സീനി പുള്ളിക്കാരെ എന്നെ കാണിക്കും. അപ്പോൾ അതുപോലെ മോഹൻലാലിനകത്ത്. എന്നിട്ട് അതുകൂടാതെ ഈ മോഹൻലാൽ മരിക്കുന്ന സീൻ 2 വട്ടം 2 പെർസ്പെക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ഒന്നും ആഡ് ചെയ്യുന്നില്ല ആ രണ്ടാമത്തെ പെർസ്പെക്റ്റീവ്. നമ്മൾ ലൂസിഫറിനകത്ത് ഇതേ സീൻ ഷാജോൺ മറ്റേ മോഹൻലാലിൻ്റെ ഫൈറ്റ് സീൻ കാണാൻ പോകുന്നതും അത് 2 പെർസ്പെക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ആഡ് ചെയ്യുന്നുണ്ട് സ്റ്റോറിയിൽ. മോഹൻലാൽ ആരാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ റെവല്യൂഷനാണ് അതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ ഒന്നുമില്ല, മോഹൻലാൽ രക്ഷപ്പെട്ടു, അത്രേ കാണിക്കുന്നുള്ളൂ. അത് വളരെ എനിക്ക് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നി. പിന്നെ മഞ്ജു വാര്യർ, എൻ്റെ ഭഗവാനെ ഒന്നും പറയണ്ട. മഞ്ജു വാര്യർ എനിക്ക് ഫസ്റ്റിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇതിലും പുള്ളിക്കാരി മാക്സിമം ട്രൈ ചെയ്ത പോലെ എനിക്ക് തോന്നി. തുടക്കത്തിലെയൊക്കെ കൊള്ളാം. തുടക്കത്തിലൊരു സ്പീച്ചുണ്ട് ഫസ്റ്റിനകത്ത്, ടൊവിനോയുടെ ക്യാരക്ടർ എന്ന് പറയുന്ന സ്പീച്ച് പോലെ ആക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു ഇമ്പാക്റ്റും ഇല്ലായിരുന്നു അത് കേട്ടപ്പോൾ. സ്ക്രിപ്റ്റ് പോരായിരുന്നു അവിടെ. പക്ഷെ എനിക്ക് മഞ്ജു വാര്യറിൻ്റെ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അവസാനം ഈ കോൺഗ്രസിൻ്റെ ഡ്രസ്സ് വെള്ള, പച്ച, ഓറഞ്ച്, സാഫ്രൺ ഇട്ടുകൊണ്ട് വന്ന് സ്പീച്ച് പറയുന്നതും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ഒക്കെ കണ്ടപ്പം ഒരു നാടകത്തിൽ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ ഫ്ലാറ്റ് ഡ്രസ്സിൽ വന്നാൽ കേരളത്തിലുള്ളവരുണ്ട് പൊട്ടന്മാരാണോ? ഇത്രയും
പ്രഹസനം കാണിച്ച നാട്ടുകാർക്ക് മനസ്സിലാവത്തില്ലേ? എനിക്കറിഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പം അത്രയും പൊട്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നെനിക്ക് തോന്നുന്നില്ല. വോട്ടേഴ്സ് അത്ര പൊട്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു നാടകം കാണിച്ചാൽ വിശ്വസിക്കാൻ. സെക്കൻഡ് ഓഫ് ഓൾ, അതെന്തിനായിരുന്നു? നല്ലൊരു സ്പീച്ച് പോരായിരുന്നു. എന്തിനാ അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളും കാണിക്കുന്നത്? തേർഡ്ലി, ഇതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത്, ഇത് ഇപ്പോഴത്തെ കറൻറ്റ് പൊളിറ്റിക്കൽ സിനാറിയോയിൽ കോൺഗ്രസ്സിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ് ഇൻ മൈ ഒപ്പീനിയൻ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് തന്നെയാണ് അപ്ലിഫ്റ്റ്മെൻറ്റ് വേണ്ടത്. ഒരു പാർട്ടിയോ 2 പാർട്ടിയോ സിസ്റ്റത്തിലോട്ട് നമ്മൾ പോകാൻ പാടില്ല. നമുക്ക് കറക്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷനും എല്ലാം വേണം. എനിവേ, ദാറ്റ്സ് എ പൊളിറ്റിക്കൽ കോൺവെർസേഷൻ, അങ്ങോട്ട് ഞാൻ അധികം പോകുന്നില്ല. സോ അത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ മഞ്ജു വാര്യരുടെ ഈ സീൻസ് വളരെ വളരെ ബോറായിരുന്നു. പിന്നെ യൂസ്ലെസ് സൈഡ് ക്യാരക്ടേഴ്സ് ഇതിനകത്ത്. NPTV ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, മറ്റേ അദ്ദേഹത്തിൻ്റെ ആക്ടറിൻ്റെ പേര് ഓർമ്മയില്ല, നൈല ഉഷേൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ആക്ടറും, ഇവർ രണ്ടുപേരും ഫസ്റ്റിനകത്ത് ഇവർക്ക് റോളുണ്ട്. സിനിമയിലെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കഥാപാത്രങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു റോളും ഇല്ല, ഭയങ്കര ബോറ്, ഒരു വൃത്തികെട്ട റോള്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും ലാസ്റ്റ് സീനിലാണ് മനസ്സിലാവാഞ്ഞത്, ഈ മോഹൻലാൽ പൃഥ്വിരാജിനോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ച റിവെഞ്ച് ഞാനിപ്പം നിനക്ക് തരാം എന്ന് പറഞ്ഞ് പുള്ളിയെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് അഭിമന്യു സിംഗിൻ്റെ മെയിൻ വില്ലൻ്റെ ക്യാരക്ടറിനെ കൊല്ലുന്നത്. എനിക്ക് മനസ്സിലാത്ത 2 കാര്യങ്ങൾ. ഒന്ന്, എന്തിനാണ് ഇപ്പോൾ അയാളെ കൊല്ലുന്നത്? ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ, ഇതിനു മുമ്പൊക്കെ പോയി റിവെഞ്ച് ചെയ്യായിരുന്നല്ലോ, ഇപ്പം തന്നെ എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? ഇപ്പം തന്നെ ഈ ടൊവിനോ തോമസ് വില്ലനായപ്പോൾ തന്നെ എന്തിനു പോയി ചെയ്യണം? അത് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു പ്ലോട്ട് ഹോളാണ്, അത് അവർ ഫിൽ ചെയ്തിട്ടില്ല. രണ്ടാമത്തേത്, ആ ഫുൾ ഫൈറ്റ് സീക്വൻസ് എന്തുവാ കാണിച്ചിരിക്കുന്നത്? പൃഥ്വിരാജിൻ്റെ ഫുൾ ക്യാരക്ടർ ഡീകൺസ്ട്രക്ട് ചെയ്തില്ലേ? ഫസ്റ്റ് സിനിമയ്ക്കകത്ത് നോ ബുൾഷിറ്റ്, അടിക്കാൻ വന്നാൽ ചുമ്മാ കൈയും കാലും വീശി നിൽക്കത്തില്ല, വെടിവെച്ച് കൊല്ലും എന്ന രീതി കാണിച്ചിട്ടുള്ള പൃഥ്വിരാജിനെ ഇതിനകത്ത് നിന്ന് അടിച്ചടിച്ച്, അതും നമുക്കൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള അടിയല്ല, പാണ്ടി സ്റ്റൈൽ അടി. ശരിക്കും ഒരു പാണ്ടി പടത്തിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് പോലെയായിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒത്തിരി പ്രതീക്ഷിച്ച സിനിമയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ക്ലൈമാക്സ്. പിന്നെ എനിക്ക് ഒട്ടും മനസ്സിലാത്ത ഇതിനകത്ത് മോഹൻലാൽ എങ്ങനെയാണ് കേന്ദ്ര കഥാപാത്രമാകുന്നതെന്നാണ്. സ്റ്റോറി അതിനു വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഓക്കെ, എഗ്രി ചെയ്യുന്നു. സ്റ്റോറിയിൽ ശരിയാണ്, കഥാപാത്രം മെയിൻ ക്യാരക്ടർ മോഹൻലാലാണ്. പക്ഷെ സിനിമയിൽ മോഹൻലാലിൻ്റെ പ്രസൻസ് ഇല്ല. മോഹൻലാൽ ഒരു കേരളത്തിലെ സീനുകളിൽ ഒന്നും തന്നെ മോഹൻലാലില്ല, വിച്ച് ഇസ് എ വെരി സാഡ് തിങ്. കാരണം മുണ്ടൊക്കെ എടുത്ത് വരുന്ന മോഹൻലാലിനെ കാണാൻ നമ്മൾ നിൽക്കുന്നത്. ഈ ഫുൾ സിനിമയ്ക്കകത്ത് ആ മുണ്ട് മടക്കിയുള്ള ഇടിമിന്നലേറ്റിട്ടുള്ള ആ അടി, അതാണ് സത്യത്തിൽ ആകപ്പാടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഇതിനകത്ത്. ബാക്കിയെല്ലാം ഭയങ്കര ബോറായിരുന്നു. അതാണ് എനിക്കൊരു വലിയൊരു ഫ്ലോ ആയിട്ട് തോന്നുന്നത്. മോഹൻലാലിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പർട്ടിക്കുലർലി നമ്മൾ തുടരും പോലൊക്കെയുള്ള സിനിമ കണ്ടിട്ട് ഇത് കാണുമ്പം നമുക്ക് മനസ്സിലാവും മോഹൻലാലിനെ പ്രോപ്പറായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടേ ഇല്ല. അത് വളരെ മോശമാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് സീൻ, ടൊവിനോ മരിക്കുന്ന സീൻ. ഇങ്ങനെയാണോ ഒരു കഥാപാത്രത്തെ കൊല്ലണ്ടത്? ഇനി കൊല്ലുവാണെങ്കിൽ തന്നെ എന്ത് പരിപാടിയായി കാണിച്ചിരിക്കുന്നത്? അത് നല്ലൊരു രീതി ഡയറക്റ്റ് ചെയ്തിട്ടായിരുന്നു. ഇതിനകത്ത് ഒരുപാട് സീൻസ്, ക്ലൈമാക്സ് സീൻ ഉൾപ്പെടെ പല സീനുകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു മേജർ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ VFX നമുക്ക് നല്ലപോലെ കാണാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്, വിച്ച് ഇസ് എ വെരി സാഡ് തിങ്. പൃഥ്വിരാജിൻ്റെ മുമ്പുള്ള സിനിമകളിൽ VFX നല്ലപോലെ ഉണ്ടായിരുന്നു, നമുക്കതുണ്ട് എന്ന് തോന്നത്തുമില്ലായിരുന്നു. സോ അത് വലിയൊരു ഫ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇൻകംപ്ലീറ്റ് സ്റ്റോറി ടെല്ലിങ്, ഇതാണ് ലാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയിൽ ഇത്രയും ഇൻകംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറി വെച്ചേക്കുന്നത് വെച്ചാൽ 3-ാം ഭാഗത്തിന് വേണ്ടി പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഫസ്റ്റായിട്ടുള്ളത്, ഈ ഫോറിൻ ആക്ടേഴ്സ് എല്ലാവരും എന്തിനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. മോഹൻലാലിൻ്റെ കുറേ മാസ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കുറേ സംഭവം നടക്കുന്നു, അത് സ്റ്റോറിയെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഒരു കാര്യം. രണ്ടാമത്, ആൻ്റണി പെരുമാറിൻ്റെ മോൻ ഇതിനകത്തുണ്ട്. എന്തിനാ കൊന്നത്? അതൊന്നും നമുക്ക് ക്ലിയർ ആവുന്നില്ല. പിന്നെ ഏറ്റവും സിനിമയുടെ മാർക്കറ്റിങ്ങിൻ്റെ സമയത്ത് വെച്ച് പൃഥ്വിരാജ് കുറേ അതിനെപ്പറ്റി എംഫസൈസ് ചെയ്തിട്ടുള്ളൊരു കാരണം എമ്പുരാൻ എന്ന പേരിനകത്ത് AA, അതെന്താ? ഒന്നും ക്ലിയർ അല്ല. അപ്പോൾ ഓവറോൾ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ ചില സീൻസൊക്കെ വളരെ നല്ലതായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നല്ലതെങ്കിലും അതിനെപ്പറ്റി പറയണം, കാരണം ഇത് ഫുള്ളി ഞാൻ ബാഷ് ചെയ്യുന്നത് പോലെ ആയിട്ടുണ്ട് ഈ റിവ്യൂ. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ടെക്നിക്കലി പല കാര്യങ്ങളും അടിപൊളിയാണ്, എക്സെപ്റ്റ് VFX. മ്യൂസിക്കും സൗണ്ടും എല്ലാം അടിപൊളിയാണ്. എഡിറ്റിങ്ങും ഒരു പരിധി വരെ നല്ലതാണ്. ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ പറഞ്ഞത്,
സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടർ ഇതിനകത്തൊരു ജസ്റ്റ് സൈഡ് റോള് പോലും അല്ല, ഒരു കോമിക് റിലീഫാക്കി കളഞ്ഞു. അതും പണ്ടത്തെ കാലത്തെ പോലത്തെ നല്ല കോമിക് റിലീഫ് അല്ല, ചുമ്മാ ഒരു കഥാപാത്രം. ഞാൻ പുള്ളി ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ടെങ്കിലും വരുമെന്ന് പറഞ്ഞു, പക്ഷെ അത് കുറച്ചുകൂടെ പേഴ്സണൽ എക്സ്പെക്ടേഷൻസിൻ്റെ ആയിരിക്കും. എനിവേ, അതൊന്ന്. രണ്ടാമത്തേത് എനിക്ക് ഒട്ടും സഹിക്കാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇന്ദ്രജിത്തിന്റെ കഥാപാത്രവും അദ്ദേഹത്തിന്റെ ജേർണി കാണിക്കുന്നത് അവർ ഉദ്ദേശിച്ച കാര്യമൊക്കെ നല്ലതാണ്, എക്സിക്യൂഷൻ അത്ര പോരായിരുന്നു തന്നെ തോന്നി. ആക്ഷൻ സീക്വൻസസ് പർട്ടിക്കുലർലി ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് അല്ലാതുള്ള ആക്ഷൻ സീക്വൻസസ് നല്ലോണം അവർ ചെയ്തിട്ടുണ്ട്. ഫർദർ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞാൽ ഈ റിവ്യൂ ഒത്തിരി നീണ്ടുപോയി, ഇനിയും പറഞ്ഞാൽ കുറേ കൂടെ പോവും. അതിനോ കുറേ എമ്പുരാനെ ബാഷ് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്, പക്ഷേ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു പോയതാണ്. കണ്ടിറങ്ങിയപ്പോൾ പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നി, പക്ഷെ ഓരോ ദിവസവും നമ്മളത് കഴിയുന്നതിനനുസരിച്ച് എന്തുമാത്രം പാളിപ്പോയി എന്നൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട് ഈ സിനിമ. അതിൽ വിഷമമുണ്ട്. ബട്ട് എനിവേ, ഐ എം ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് ഫോർ ദ തേർഡ് പാർട്ട്. മൂന്നാമത്തെ ഭാഗം കാണണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഈ രണ്ടാമത്തേതിനുള്ള എക്സൈറ്റ്മെൻറ്റ് മൂന്നാമത്തേതിനുണ്ടോ എന്നെനിക്ക് സംശയമാണ്. എനിവേ, ഈ റിവ്യൂ ഇത്രയും ഞാനങ്ങ് കുറച്ച് ഗ്രഡ്ജിംഗ്ലി ആണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി ടു ഡു വിത്ത് ദ സ്റ്റോറി ടെല്ലിംഗ്. ഇത് വേറെ ഒരു കാരണങ്ങളും കൊണ്ടല്ല ഞാൻ ഈ സിനിമ എനിക്ക് ഇഷ്ടമല്ലാത്ത. എനിക്കിത് പൊളിറ്റിസൈസ് ചെയ്തപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഈ സിനിമ ഒന്നും പൊളിറ്റിസൈസ് ചെയ്യേണ്ടതല്ല, ഇത് മലയാളത്തിൻ്റെ ഒരു അഭിമാന സിനിമയാണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി പോരാ എന്ന് തന്നെ എനിക്ക് തോന്നി. അതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് അല്ല എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. അതിനൊരിക്കലും നമ്മളൊരു സിനിമ കാണുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ, ഈ റിവ്യൂ കേട്ടതിന് ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദി. നമസ്കാരം.